എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇപ്പൊ പുതിയ മാസമായി, ജൂലൈ ആയി. അപ്പം നമുക്ക് ഈ ജൂലൈ മാസത്തിൽ എന്തൊക്കെയാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഈ മാസത്തിൽ വരുന്ന ശുഭമായാലും അശുഭമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ വിടാം. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇതിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യുക. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് തന്നാൽ ജാതകം നോക്കി തരാം കേട്ടോ. ഇപ്പം എന്ത് കാര്യത്തിന് വേണ്ടിയാലും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരിക്കൽ നന്ദി, നമസ്കാരം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇന്ന് ഒരു പൈൽ റീഡിങ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ബാങ്കുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ചുവപ്പ് ഇത് വേണോ സെലക്ട് ചെയ്യുക. ഈ കളർ വേണോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അടുത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നിട്ട് സെലക്ട് ചെയ്യാം ഏതാണെന്ന്. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഓക്കെ. യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് ഈ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ മാസത്തിൽ എൻ്റെ വ്യൂസിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ മാസത്തിൽ എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ മാസത്തിൽ എൻ്റെ വ്യൂസിന് നൽകുന്ന യൂണിവേഴ്സ് മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ മാസത്തിൽ എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന 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 മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് മാസത്തിൽ എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ മാസത്തിൽ എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് നമുക്ക് കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇതിലേതാ സെലക്ട് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ഇത് സെലക്ട് ചെയ്തവർക്ക് പറയാം കേട്ടോ. ഈ ബാങ്കിൽ സെലക്ട് ചെയ്തവരുടെ നമുക്ക് പറയാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും കുറച്ച് പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കടം കൊടുത്തിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാലറി ജോലി ചെയ്തിട്ട് കിട്ടാനുള്ള പൈസയോ അല്ലെങ്കിൽ വല്ല ചിട്ടി അടിക്കുക, വല്ല എന്താ പറയുക, വല്ല ലോട്ടറി അടിക്കുക, ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുന്നു, അത് ഉറപ്പാണ്. ഈ കാർഡ് വരുമ്പോൾ എനിക്ക് പലർക്കും അവർക്ക് പൈസ കിട്ടിയെന്ന് തന്നെ വിളിച്ച് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പോൾ കുറച്ച് പൈസ കിട്ടാൻ നിങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് നിങ്ങൾക്ക് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നല്ലൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ എല്ലാ കാര്യത്തിലും സക്സസ് വരിക, വിജയം വരിക, ലൈഫിലായാലും ഒരു പുതിയ ഐഡിയാസ് വരിക, നല്ല ചേഞ്ചസ് ആണ് ലൈഫിൽ വരാൻ പോകുന്നത്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ അതിൽ നല്ലൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ല മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനൊക്കെ സംതൃപ്തിയും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാവും എന്നാണ് പറയണത്.
നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇനി നിങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കുടുംബജീവിതം എല്ലാത്തിലും വളരെ സമാധാനം സന്തോഷം എല്ലാം ഉണ്ടാവുന്ന പറയുന്നത് ഇനി ഈ മാസത്തില്. നല്ല പ്രണയബന്ധങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നല്ല സന്തോഷം സമാധാനം എല്ലാം ഉണ്ടാവും. നല്ല സൗഹൃദം അതൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ മാസത്തിൽ കേട്ടാ. നല്ല നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് ഈ മാസത്തില് നല്ല സന്തോഷ സമാധാനമുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവും എന്നാണ് പറയണത്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി നല്ല സന്തോഷകരമായ ദാമ്പത്യം സന്തോഷ സമാധാനവും എല്ലാ ആഘോഷങ്ങളും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നിങ്ങൾ ഭൗതികമായ ഒത്തിരി ഭൗതികമായ സമ്പത്തിനൊക്കെ വില കൊടുക്കുന്ന മൂല്യമുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾ സംഭരിക്കുന്ന ആൾക്കാര്, പണം ഉണ്ടാക്കണം എന്നൊക്കെ ഒന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാര്, പണം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുള്ള ആൾക്കാര്, പണം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാര്. നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവാണെങ്കിലും ശരി, നിങ്ങൾ വളരെ ആത്മാർത്ഥതയായിട്ട് സ്നേഹിക്കുന്ന ഒരു ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിനെ വളരെ ആത്മാർത്ഥതയായിട്ട് സ്നേഹിക്കുന്നു. ഒരിക്കലും അവരെ വിട്ടുകളയാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലായാലും ശരി, നിങ്ങളുടെ ആ വ്യക്തിനെ ഒരുപാട് സ്നേഹിക്കുന്നു. അവരെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നിങ്ങൾ സ്വന്താക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആർക്കും വിട്ടുകൊടുക്കൂല. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തികളാണെന്നാണ് നിങ്ങളെ പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഐഡിയാസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, നല്ല എല്ലാ കാര്യത്തിലും നല്ല വിജയം ഉണ്ടാവും. എല്ലാ കാര്യത്തിലും സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ചാലും നിങ്ങളത് നടത്തും കേട്ടോ. അതിന് നിങ്ങൾക്ക് വളരെ ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ്, വളരെ കഴിവും ഉള്ള ആൾക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വളരെ പെട്ടെന്നാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നൊക്കെ വളരെ നല്ല നല്ല മാറ്റങ്ങൾ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ലൈഫിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് പറയുന്നത്. പുതിയ പുതിയ ഐഡിയാസ് വരാം, പുതിയ പുതിയ ന്യൂസ് ഒക്കെ വരാം, ന്യൂ ചേഞ്ചസ് ലൈഫിൽ പുതിയ പുതിയ ചേഞ്ചസ് ഒക്കെ വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം കൊണ്ട് നല്ലൊരു കാർഡുകളാണ് നിങ്ങൾക്ക് ഈ ബാങ്കുകൾ സെലക്ട് ചെയ്തവർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ബാങ്കുകൾ സെലക്ട് ചെയ്തവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ വ്യക്തി അല്ലെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ അറിയുന്ന ആൾക്കാരെ തന്നെയായിരിക്കും തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരാം. ആരെങ്കിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ തന്നെ ആയിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സാധ്യത, ഒത്തിരി ലൈഫിൽ പെട്ടെന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു അവസ്ഥകളൊക്കെ വരാം. മോശമായിട്ടുള്ള ഒരു സമയമാണ് ഇനി വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഈ മാസത്തില് ഈ ബാങ്കുകൾ സെലക്ട് ചെയ്തവർക്ക് വരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു എന്താണ് എല്ലാത്തിനും ഒരു കൺട്രോൾ വെക്കണം. കൺട്രോൾ എന്ന് വെച്ചാൽ കൂടുതൽ ദേഷ്യവും കോപമൊന്നും വരാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ വരുമ്പോ അങ്ങനെ ദേഷ്യമൊന്നും കോപമൊന്നും വരണ്ട. അത് ഒന്ന് കൺട്രോൾ ചെയ്ത് പോവുക. ഏത് പ്രശ്നങ്ങളായാലും അതൊന്നും അത്ര വലിയ ഗൗരവമായിട്ട് എടുക്കണ്ട, അതൊക്കെ അങ്ങ് നിസ്സാരമായിട്ട് വിടാം. ഈ ഒരു മാസത്തന്നെ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഈ മാസത്തിൽ കേട്ടോ. ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഒരു റിലേഷനിലാണെങ്കിൽ പരസ്പരം വഴക്കുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥ വരാം.
രാത്രിയിലൊക്കെ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥ വരാം. എന്തെങ്കിലും അസുഖങ്ങൾ വരെ അത് ഈ രാത്രിയിൽ ഉറക്കം കിട്ടാത്ത അവസ്ഥ വരുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് നിങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ ഓർത്തിട്ട്, കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥ വരാം കുറച്ചു പേർക്ക്. അത് ഇത് സെലക്ട് ചെയ്തവർക്കാണത്. ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയാണ്. ഭയമുണ്ട്, കുറ്റബോധമുണ്ട്, സംശയം തോന്നുക, വലിയ വലിയ ആശങ്കകള്, വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് ഈ മാസത്തിൽ വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങള് ഒരു റിലേഷനിലാണെങ്കിൽ ആ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ആ ബന്ധം കുറച്ച് സന്തോഷത്തിന് കുറച്ച് കുറവ് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒന്നും തുറന്നു പറയാതിരിക്കുക, എല്ലാം ഒളിച്ചു മറച്ചു വെക്കുക, നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതെ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട് ഈ ചുമന്ന ബാങ്കിൾ സെലക്ട് ചെയ്തവർക്ക്. പിന്നെ ആണെങ്കിൽ ആകെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ വരാം. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാം. എവിടേക്ക് നീക്കണേ, എന്താ ചെയ്യണ്ടേ, ഒരു ഐഡിയ കിട്ടാണ്ട് ആകെ സ്റ്റക്ക്, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരാം. എല്ലാത്തിനും ഒരു സ്തംഭനാവസ്ഥ, ഒരുപാട് പ്രശ്നങ്ങള്, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവാനായിട്ടൊരു സാധ്യതയുണ്ട് ഈ മാസത്തില്. ഈ ചുമന്നത് മറ്റവർക്ക് നല്ലതാണ് കേട്ടോ. ഈ ബാങ്കിൾ സെലക്ട് ചെയ്തവർക്കെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത് സെലക്ട് ചെയ്തവർക്കാണ് അത് രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ പെട്ടിട്ട് അതിലേത് സെലക്ട് ചെയ്യണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഏതിലായാലും, ഇപ്പൊ ജോലിയിലായാലും രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ റിലേഷനായാലും രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിലേതാ സെലക്ട് ചെയ്യണ്ടേ? അപ്പൊ ആകെ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് ഈ മാസത്തിൽ. അങ്ങനെ ഒരു വരാനായിട്ടൊരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ തട്ടേ മുട്ടേ വീഴേ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ലൈഫില് സൂക്ഷിച്ചാൽ അതൊക്കെ മാറി കിട്ടും. അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ആ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ പഴയ കാലത്തിൽ നിന്നും നിങ്ങളുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ വരും ഈ മാസത്തില്. നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലാക്കി ജീവിക്കാനൊക്കെ നിങ്ങൾ പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പൊ അത്രയും നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി, നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ തുടങ്ങും ഈ മാസത്തിൽ. അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്കൊന്ന് ഒരു ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളെ കൊണ്ട് കുറച്ച് സമ്മർദ്ദം, ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ മാസത്തില്. എന്തെങ്കിലും തർക്ക വിഷയങ്ങളിലൊക്കെ നിങ്ങൾ അഭിപ്രായം പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇപ്പൊ നിങ്ങളുടെ ആ വ്യക്തി, നിങ്ങളിപ്പോ ഒരു റിലേഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരും അവരും കാണാറുള്ളത് തന്നെയാണ്. അപ്പൊ അതില് എന്തെങ്കിലും ചെറിയ സ്നേഹക്കുറവ് വരാം. നിങ്ങളുടെ സ്നേഹത്തിന്റെ ഇടയിൽ ഒരു അതിർവരമ്പുകൾ വരും എന്നാണ് പറയുന്നത്, ഒരു ബൗണ്ടറി വരാം. അപ്പോ ഇത് സെലക്ട് ചെയ്തവർക്കാണ് കേട്ടോ ഇത്രയും കുറച്ച് പ്രയാസങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെന്താണ്, ബലം പ്രയോഗിച്ചിട്ടൊന്നും നിങ്ങളൊന്നും നേടാൻ ശ്രമിക്കേണ്ട, അത് നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും. ബലം പ്രയോഗിക്കൊന്നും വേണ്ട. ഇത്തിരി എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ടൊരു സാധ്യത വരുന്നുണ്ട്. നിങ്ങളുടെ അഭിമാനത്തിനൊക്കെ എന്തെങ്കിലും കോട്ടങ്ങൾ വരാം, അല്ലെങ്കിൽ ജോലിയിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ വരാം, പെരിമുറുക്കങ്ങൾ വരാം, ഒരുപാട് തർക്കങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചെറിയ ചെറിയ ശത്രുതകൾ വരാം. ഇപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്നേഹം, ഇത് കാമുകന്മാർ മാത്രമല്ല, അല്ലാതെ ഏത് റിലേഷനായാലും ഉള്ളവർക്ക് അത് ഒരു ചീറ്റിങ് വരാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അത് ചീറ്റിങ് വരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് വേറെ പല ആൾക്കാരുമായിട്ടും ബന്ധമുണ്ട്. നിങ്ങൾ മാത്രമല്ല, ആ വ്യക്തിക്ക് മറ്റ് പലരായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ
തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഈ ബാങ്കിൽ സെലക്ട് ചെയ്തവർക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇവർക്ക് വളരെ നല്ലതാണ്. ഈ ബാങ്കിൽ സെലക്ട് ചെയ്തവർക്ക് വളരെ നല്ല കാലമായിരിക്കും ഈ മാസത്തിൽ വരുന്നത്. പിന്നെ ഈ മാസത്തിലൊക്കെ ഇപ്പോൾ ഈ ഒരു വർഷം വ്യാഴമൊക്കെ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 12 വർഷത്തിലൊരിക്കലാണ് വ്യാഴോച്ചത്തിൽ വരുന്നത്. അപ്പോൾ ഈ വർഷം കുറച്ച് നക്ഷത്രക്കാർക്കൊക്കെ വ്യാഴോച്ചത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ഗുണങ്ങളൊക്കെ കിട്ടും. ഉച്ചസ്ഥാനത്തായതുകൊണ്ട് നല്ല നല്ല ഫലങ്ങളൊക്കെ കിട്ടും. അത് അവരുടെ നക്ഷത്രം നോക്കിയിട്ട് ആ നക്ഷത്രം അറിഞ്ഞാലേ അത് പറയാൻ സാധിക്കുള്ളൂ. അത് അവരുടെ രാശിയൊക്കെ നോക്കുമ്പോൾ, അവരുടെ ജാതകം നോക്കുമ്പോൾ അറിയാം അവർക്ക് ഗുണാവോ അത് ദോഷാവോ, അപ്പം അതിനെന്താണ് പരിഹാരം ചെയ്യേണ്ടേ, അതൊക്കെ നിങ്ങളുടെ ജാതകം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ ഇതിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ദയവായിട്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നവരൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.